എന്റെ ഈശോയെ കാത്തുരക്ഷിക്കണമേ. അജുവേ, അനുവേ, വേഗം റെഡിയാവ്. മമ്മദിക്കാട് ചായക്കടയിൽ പാല് കൊടുത്തിട്ട് വേണം സ്കൂളിൽ പോവാൻ. അനുമോളെ, അജു എഴുന്നേക്ക് മോനെ, പാല് കൊണ്ടുപോകണ്ടേ? മമ്മി കുറച്ചു നേരം കിടക്കട്ടെ. ഹാ, മടി പിടിക്കല്ലേ. അജു എഴുന്നേക്ക് മോനെ. മോനെ, പെട്ടെന്നാകട്ടെ മോനെ, എഴുന്നേക്ക്. രണ്ടുപേരും പെട്ടെന്ന് പോയി ബ്രഷ് ചെയ്തിട്ട് വാ, അപ്പോഴേക്കും അമ്മ പാല് കറന്നു വെക്കാം. ജോസേട്ടാ, ദാ ചായ. പിള്ളേര് എഴുന്നേറ്റില്ലേടി? റെഡി ആയിക്കൊണ്ടിരിക്കുക. പാല് കൊടുത്തുവിടണ്ടേ? ഇനി നീ കുടിച്ചോ. ഞങ്ങള് പോയിട്ട് വരാം മമ്മി. സബാനെ, ദാ പൊടി. മമ്മദിക്ക, എന്തൊക്കെയുണ്ട് മക്കളെ വിശേഷങ്ങള്? ജോസച്ചായ സുഖമായിട്ടിരിക്കണ മക്കളെ? സുഖമായിട്ടിരിക്കണു. നിങ്ങൾക്ക് പാല് ഒഴിച്ചു വെച്ചിട്ട് കുപ്പി ഇപ്പൊ തരാട്ടാ. അല്ലേക്ക, ഈ 2 കുപ്പി പാലിന്റെ കച്ചവടം മാത്രമേ ഉള്ളൂ ഇവിടെ. പാല് ഞമ്മള് വേറെ വാങ്ങിക്കണുണ്ട്. പിന്നെ ഇത് ഞമ്മള് വാങ്ങണത് ഇതുങ്ങൾക്കൊരു വരുമാനം ആയിക്കോട്ടെ. എനിക്കങ്ങനെ ഒരുപാട് സഹായങ്ങൾ കിട്ടുന്നുണ്ട്, അത് മതി. എടാ സബാനെ, നീ വേണ്ടാത്തൊന്നും ഇവിടെ വിളമ്പണ്ട. ഈ പാവങ്ങൾ ജീവിച്ചു പോക്കോട്ടെടാ. പോയിക്കോട്ടെ പോയിക്കോട്ടെ. ഞാനിവിടെ ആദ്യമായതുകൊണ്ടാ. ഈ പിള്ളേർക്ക് എന്താ പ്രശ്നം? അത് പറയാം. ചെല്ലു മക്കളെ, ബാക്കി കുപ്പി നാളെ തരാം. എന്നാ മക്കൾ ചെല്ലു. ശരി മമ്മദിക്ക. സൂക്ഷിച്ചു പോണോട്ടാ. അത് നമ്മുടെ ജോസിന്റെ കുട്ടിയോളാ. അവന്റെ ഭാര്യ ആനി നമ്മുടെ ഹോസ്പിറ്റലിലെ കീനി സെഷനിലാ ജോലി. ഒരു ബൈക്ക് അപകടത്തില് അവന്റെ അരയ്ക്ക് കീപ്പോട്ട് തളർന്ന് കിടപ്പില്ല. പാവ ആനിക്കൊച്ചു. ആ കുടുംബത്തിന് വേണ്ടി ഒരുപാട് കഷ്ടപ്പെടാനുണ്ട്. അവരാ ഇട്ടിച്ച മുലാളിന്റെ വീട്ടിലായി ഇപ്പൊ താമസം. അയാൾ ഒരു പാവാട്ടാ. പക്ഷെ അയാളുടെ ഭാര്യ എന്റെ പഠിച്ചോനെ. ഇന്ന് ഇതിലൊരു തീരുമാനം ഉണ്ടാക്കണം. എന്റെ കത്രീനെ, നീ ഒന്ന് നിർത്തടി. ദൈവത്തിന് നിരക്കാത്തൊന്നും പറയല്ലേടി. അല്ലേ, അത് കൊള്ളാലോ. ഇന്ന് ഞാൻ കാണിച്ചു. അതെ, ഇങ്ങ് നോക്കിയേ,
നമ്മൾ വാടകയ്ക്ക് കൊടുത്തിരിക്കുന്ന വീട് ആ. ജോസും കുടുംബം അവിടെ താമസിക്കുന്നു. ആ ഇത് എത്ര നാളെന്ന് വെച്ചാ ആ അവരെ അവിടുന്ന് ഒഴിപ്പിക്കണം. അത് നടക്കില്ല. അതെ, കൊറേ നാള് താമസിച്ചു കഴിയുമ്പോഴേ ഉം. വീട് ഒഴിഞ്ഞില്ലെങ്കിൽ അത് വലിയ പുലിവാലാകും. എടി നമുക്ക് സ്വന്തമായിട്ട് 2 വീടുണ്ടല്ലോ. ഓ, കയറി കിടക്കാൻ വീടില്ലാത്തവന്റെ മാനസികാവസ്ഥ നീ ഒന്ന് മനസ്സിലാക്കണം. ആ മാനസികാവസ്ഥ കെട്ടിപ്പിടിച്ചോണ്ട് അവിടെ ഇരുന്നോ. അവസാനം വീട് കരക്കാര് കൊണ്ടുപോകും. ഇവിടൊക്കെ തെരുവി കിടന്നാലേ പഠിക്കുള്ളൂ. എന്തോന്നാ? അമ്മാ ഉം, പശിക്കുതമ്മാ അമ്മാ പശിക്കുതമ്മാ സാപ്പാട് പോടുങ്കോ. ഒന്ന് പോകുന്നുണ്ടോ? കാലത്ത് ഇറങ്ങിക്കോളൂ ശല്യങ്ങൾ. അയ്യാ അയാൾക്ക് എന്തെങ്കിലും കൊടുക്കടി. നിങ്ങൾ അവിടെ ഒന്നും മിണ്ടായിരുന്നാ മതി. ഇവന്മാരെ മഹാ കള്ളന്മാരാ. പകല് വന്ന് വീട് കണ്ടുവെക്കും, എന്നിട്ട് രാത്രി കക്കാൻ വരും. പകല് വന്ന് വീട് കണ്ടുവെക്കും, എന്നിട്ട് രാത്രി കക്കാൻ നോക്കും. നീ എന്താ പടം പഠിച്ചിരിക്കുക? എടി പകല് തന്നെ ഇയാൾ നടന്ന കുഴിയിൽ വീഴും, പിന്നെയാണോ രാത്രി കക്കാൻ വരുന്നത്? അല്ലേ? എവിടെ പോണു? ഇറങ്ങി ഇറങ്ങോട്ട്. എപ്പിടിയല്ല ആഹാ, പിന്നെ നിക്കാണോ? ഇറങ്ങി പോണോ തെണ്ടി ഇവിടുന്ന് മനുഷ്യനെ മെനക്കെടുത്താനായിട്ട്? അകത്തോട്ട് പോ. വല്ല മനുഷ്യരുടെ അടുത്ത് പോയി തെണ്ട് സഹോദര. ഗേറ്റ് തുറന്നിട്ട് എവിടെ പോണു? അടച്ചിട്ട് പോണോ?